ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ യാത്ര അന്താരാഷ്ട്ര കയർ മ്യൂസിയത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കലവൂരിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയും പിന്നെ ഫോട്ടോയോ വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ എക്സ്ട്രായും കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം തന്നെ ഈ മ്യൂസിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചുമരുമ ഒരു വലിയ വടം ഇങ്ങനെ ചുരുട്ടി നല്ലൊരു ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. പിന്നെ അതിന് അടുത്തായിട്ട് ഒരു കൂജ പോലെ ഇതെല്ലാം കയറുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താജ്മഹൽ പണിതിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാണാൻ തന്നെയുണ്ട് ഒരു കല. എന്താണെന്ന് നോക്കിയാൽ അതൊരു ഭയങ്കര പെർഫെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആ ചുമരിലൊക്കെ ഒരുപാട് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കയറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഗണപതിയുടെ ഒരു വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ചകിരി വെച്ചിട്ടാണ്, ചകിരിയും കയറുമാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വേറെ ചെറുതും വലുതായിട്ട് ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, രാജാ വലിയ ദിവാൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആലപ്പി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്തൊരു ട്രോഫി പോലൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ചാക്കുനൂല് പോലെ, നമ്മൾ ചാക്കുനൂലൊക്കെ ഇല്ലേ അതുപോലെ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ചെയ്തിട്ടുണ്ട്, സിംഹം, കഥകളി, ഇതെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നല്ലൊരു പെർഫെക്ഷനുണ്ട്. ഇനി കാണുന്നത് ആദ്യത്തെ കയർ ഫാക്ടറി രൂപീകരിക്കാനായിട്ട് മുൻകൈ എടുത്ത ആൾക്കാരും അതിൻ്റെ ചരിത്രവും കാര്യങ്ങളാണ്. അതിവിടെ വിശദമായിട്ട് എഴുതിയിട്ടൊക്കെ ഇട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ആൾക്കാരുടെയൊക്കെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗാന്ധിജിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു രൂപം കയറിൽ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു പെർഫെക്ഷനാണ് അത് കാണാനും തന്നെ. പിന്നെ സത്യം പറയാലോ, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആദ്യത്തെ ഒരു 5 മിനിറ്റ് തന്നെ ഒന്നായിപ്പോയി. കാര്യം അത്രയ്ക്ക് നമ്മളൊരു 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് മേലെയുള്ളൊരു സംഗതി നമുക്ക് കാണാൻ കിട്ടില്ല. പിള്ളേരുകളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭയങ്കര കൗതുകമായിരിക്കും. കാര്യം ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുകൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വളരെയധികം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാട്ടി കളയുന്ന തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ഒരു നല്ലൊരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ വൈറ്റ് കളർ നൂല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കുതിരയുടെ രൂപം, ഈ ആനക്കുട്ടിയുടെ രൂപം, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഇനി കാണുന്ന ആമ, ഇത് തേങ്ങയും കയറും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചിരട്ട വെച്ചിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ തൂങ്ങിക്കിടക്കുന്ന തോരണങ്ങളെല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ചിരട്ട നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ കയറും.
പിന്നെ ഇവിടെ തകഴിയുടെ കയറെന്ന് പറഞ്ഞിട്ടുള്ള കൃതിയെക്കുറിച്ച് ഒരു പരാമർശം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പണ്ട് കാലത്ത് കയറുണ്ടാക്കാൻ എടുത്തിരുന്ന എഫേർട്ടാണ്. അതായത് ചകിരി അഴുകാൻ വേണ്ടി വെള്ളത്തിലിടും, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അത് എടുത്ത് അതിൽ തല്ലി ചതച്ച് അതിൻ്റെ നാരെടുത്ത് അത് പിന്നെ പിരിച്ച് കയറുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഈ തേങ്ങ അതായത് ഈ ചകിരി തല്ലിയതിന് ശേഷം അതിങ്ങനെ അഴയാൻ വിട്ടിട്ടുണ്ടാവും അതിൻ്റെ നാരുകൾ. പിന്നെ അത് എടുത്ത് പിരിച്ച് ഇങ്ങനെ ഒരു കയറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ ഒരു ഹാള് നിറയെ ആ ഒരു ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. അന്ന് കാലത്ത് ഈ തൊഴിൽ ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലും, അതായത് അവരുടെ വീട് കുടിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കയറ് പിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിൽ മാറി വന്നിട്ടുള്ള യന്ത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ വീണ്ടും കുറേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈ കയറ് നൂല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും കാണാൻ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. കയറുകൊണ്ടൊരു കുട.
പിന്നെ ഈ ഭാഗത്ത് ചവിട്ടി, കയറുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചവിട്ടിയൊക്കെ നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് ഇവിടുത്തെ കയറുൽപാദന കേന്ദ്രമാണ്. ഇവിടെ ഇവർക്ക് ഈ കയറ് മാനുഫാക്ചറിങ്ങും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. We will see you with next video. Thank you.